കുട്ടികളെ ഇന്ന് നമ്മൾ പേജ് നമ്പർ 157 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാമേ. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് 5 pens? ഈച്ച് ഓഫ് പ്രൈസ് 8 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 10 notebook? ഈച്ച് പ്രൈസ് ഓഫ് 12 rupees. In what all ways can we say the relation between the price of something, the number bought and the total price? ഒരു പേനയുടെ വില 8 രൂപയാണ്, അതുപോലത്തെ 5 പേന വാങ്ങണം, അപ്പോൾ ആകെ എത്ര രൂപയാവും? അതുപോലെ ഒരു ബുക്കിൻ്റെ വില 12 രൂപയാണ്, അതുപോലത്തെ 10 നോട്ട് ബുക്ക് വാങ്ങിച്ചാൽ എത്ര രൂപയാവും? ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര രൂപയാവും? ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് ലെറ്റർ മാക്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ. പിന്നെ അവരിവിടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ടേക്കിംഗ് ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ആസ് പി, their number as n and the total price as t. In what all ways can we write the relationship between p, n and t? ഓരോന്നിനും ആർട്ടിക്കിളിൻ്റെ പ്രൈസിനെ പി എന്നും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിനെ n എന്നും ടോട്ടലിനെ ടി എന്നും വിളിച്ചാൽ നമ്മൾ ഈ റിലേഷൻ എങ്ങനെ എഴുതും? പിയും എന്നും ടിയും ഉപയോഗിച്ച് നോക്കാം. ഒരു പേനയുടെ വില എന്ന് പറയുന്നത് 8 ആണ്. ദ പ്രൈസ് ഓഫ് 1 pen ഈസ് ഈക്വൽ ടു 8. ദെൻ 5 പേനയുടെ വില, 5 പേനയുടെ വില 5 × 8 ആണല്ലോ. ദ പ്രൈസ് ഓഫ് 5 such pen ഈസ് ഈക്വൽ ടു 5 × 8. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രൈസ് ഓഫ് 1 നോട്ട്ബുക്ക് എന്ന് പറയുന്നത് 12 ആണ്. അപ്പം പ്രൈസ് ഓഫ് 10 such നോട്ട് ബുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 12നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. ശരിയല്ലേ? ഒരു ബുക്കിൻ്റെ വില 12 രൂപ, അതേപോലുള്ള 10 ബുക്കിൻ്റെ വില കണ്ടുപിടിക്കാൻ 10നെ 12 കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഈ റിലേഷനെ എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്? ആകത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ 120 ആണല്ലോ. 12 × 10 120. ഇവിടെ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിലാണെങ്കിൽ നമ്മൾ എത്രയായിരുന്നു? 5 × 8 40 ആണല്ലോ. അപ്പോൾ ഈ 120 എന്നുള്ളത് എങ്ങനെ കിട്ടി? എത്ര എണ്ണം വാങ്ങിയോ ആ എണ്ണം ഗുണം പ്രൈസ് അല്ലേ, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ടോട്ടൽ ഈസ് ഈക്വൽ ടു നമ്പർ ഇൻറ്റു പ്രൈസ് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എണ്ണം എന്നതിനെ അല്ലെങ്കിൽ നമ്പർ എന്നതിനെ എത്ര എണ്ണം വാങ്ങുന്നു? നമ്പർ എന്നതിനുള്ളതിന് നമ്മൾ n എന്നുള്ള അക്ഷരവും വില, ഓരോന്നിൻ്റെ വില അല്ലെങ്കിൽ പ്രൈസ് എന്നതിനെ നമ്മൾ ടി എന്നും വിളിച്ചു എങ്കിൽ ടോട്ടൽ ആകത്തുക ടോട്ടലിനെ നമ്മൾ ടി എന്ന അക്ഷരം ഉപയോഗിച്ചും റെപ്രസെൻ്റ് ചെയ്തു എങ്കിൽ പി ആണ്. റെപ്രസെൻ്റ് ചെയ്തുവാണെങ്കിൽ നമുക്ക് റിലേഷൻ എഴുതാം. ഈ പിയും എന്നും കൂടെ ഗുണിക്കുന്നതല്ലേ ടോട്ടൽ എന്ന് പറയുന്നത്, ശരിയല്ലേ? നമ്പർ ഇൻറ്റു പി ആണ് ടോട്ടൽ. സോ നമുക്ക് ലെറ്ററായിട്ട് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു n × p എന്ന് പറയാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. അടുത്തത് പേജ് നമ്പർ 158 സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. 1 liter ഓഫ് കെറോസിൻ വെയ്റ്റ് 800 gram. ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 2 liter ഓഫ് കെറോസിൻ? വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 1/2 liter ഓഫ് കെറോസിൻ? വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 1 millimeter ഓഫ് കെറോസിൻ? ദെൻ ഫോർത്ത് വൺ, ടേക്കിംഗ് ദ വെയ്റ്റ് ഓഫ് വി ആസ് millimeter ഓഫ് കെറോസിൻ ആസ് w grams, റൈറ്റ് റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് w. 1 ലിറ്റർ മണ്ണെണ്ണയുടെ തൂക്കം എന്ന് പറയുന്നത് 800 gram ആണെങ്കിൽ 2 ലിറ്ററിന് എത്ര തൂക്കം ഉണ്ടാവും? 1/2 ലിറ്ററിന് എത്ര തൂക്കം ഉണ്ടാവും? 1 milliliter കെറോസിന് 1 milliliter എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, മില്ലിലിറ്ററിൻ്റെ അളവ് വളരെ ചെറുതാണ്. അത്രയും അളവ് മണ്ണെണ്ണയ്ക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ millimeter നമ്മുടെ കൈവശമുണ്ട്, w gram ആകുന്നു എങ്കിൽ ആ റിലേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? വി ആൻഡ് w, വിയും ഡബ്ല്യുവും തമ്മിലുള്ള റിലേഷൻ എഴുതാം. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതാമേ. 1 liter ഓഫ് കെറോസിൻ വെയ്റ്റ് 800 gram. അപ്പോൾ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 2 liter കെറോസിൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 × 800 gram എന്ന് എഴുതിയാൽ മതിയല്ലോ. ഇനി വാട്ട് ഈസ് വെയ്റ്റ് ഓഫ് 1/2 liter ഓഫ് കെറോസിൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ 1/2 × 1 ഗ്രാമിന് 800 ആണെങ്കിൽ 1/2 × 800 gram ചെയ്താൽ മതി അല്ലേ? വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 1 milliliter ഓഫ് കെറോസിൻ?
അപ്പോൾ 1 മില്ലി ലിറ്ററിനെ വേണം നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, 800 ഗ്രാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ആൻസറൊന്നും എഴുതണ്ട, ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അല്ലാതെ 8 2s are 61,600 ഗ്രാം എന്നൊന്നും എഴുതണ്ട, ജസ്റ്റ് നമ്മൾ ആ മെത്തേഡ് മാത്രം പഠിച്ചാൽ മതി. ടേക്കിംഗ് ദ വെയ്റ്റ് വി എന്നും കെറോസിനിലെ ആ ഗ്രാം എന്നുള്ളതിനെ W എന്നും വിളിച്ചാൽ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കുന്നത് വെയിറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ അറിയാം, വെയിറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, V ഇൻറ്റു W എന്ന് എഴുതിയാൽ മതിയാവും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ. 1 cubic centimeter of iron weight 7.8 gram. Taking the volume of an iron object as V cubic centimeters and weight W grams, write a relationship between V and W. Taking the length, breadth and height of a rectangular block of iron as L, B, H and its weight is W, write a relationship between L, B, H and W. നോക്കാമേ, പറഞ്ഞിരിക്കുന്നത് 1 cubic centimeter of an iron weight is 7.8. അപ്പോൾ 2 cubic centimeterൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് of an iron weight is equal to 2 into 7.8 ആണല്ലോ. അപ്പോൾ ഇവിടെ വോളിയത്തിനെ നമ്മൾ V എന്ന അക്ഷരം കൊണ്ടും വെയ്റ്റിനെ W എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ W എത്രത്തോളം വെയിറ്റ്, W ഇസ് ഈക്വൽ ടു വോളിയത്തെ നമ്മൾ V എന്ന് വിളിച്ചാൽ V ഇൻറ്റു 7.8 ഗ്രാം ആയിരിക്കും എന്ത് വെയിറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? W ഇസ് ഈക്വൽ ടു V ഇൻറ്റു 7.8 ഗ്രാം. ഇത്രേ ഉള്ളൂ റിലേഷൻ. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഇൻറ്റു ചിഹ്നം ഇടണമെന്നില്ല. എങ്ങനെ എഴുതിയാൽ മതി, W ഈക്വൽ ടു V അല്ലെങ്കിൽ 7.8 V ഇങ്ങനെ എഴുതാം. 7.8 V ഗ്രാം എന്ന് നമുക്ക് എഴുതാം. സംഖ്യകൾ ആദ്യം എഴുതി ഇംഗ്ലീഷ് ലെറ്റർ രണ്ടാമത് എഴുതുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിന് രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്ത് L എന്നും ബ്രെഡ്ത്ത് B എന്നും ഹൈറ്റ് H എന്നും ഡിനോട്ട് ചെയ്താൽ ഇറ്റ്സ് വെയ്റ്റ് ആസ് W ആണ് വെയിറ്റ് എങ്കിൽ നമുക്കറിയാം വോളിയം ഈക്വൽ ടു എന്താണെന്നറിയാം, വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ്റെ സെക്കൻഡ് പാർട്ട് എങ്ങനെ ചെയ്യാം, സെക്കൻഡ് പാർട്ട് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, W ഈക്വൽ ടു 7.8 ഇൻറ്റു വോളിയം ഉള്ളതിന് വോളിയം L ഇൻറ്റു B ഇൻറ്റു H ആണല്ലോ, എന്നിട്ട് ഗ്രാം കൊടുത്താൽ മതിയോ. അപ്പോൾ ഇതിനെ ഇത്ര ഇൻറ്റു ചിഹ്നം മാറ്റി നമുക്ക് എഴുതാം, W ഈക്വൽ ടു 7.8 L B H എന്ന് എഴുതാം കേട്ടോ. ഇത്രയും ഗ്രാം ആയിരിക്കും അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.